ഹലാൽ ഭക്ഷണത്തെക്കുറിച്ച് ഒരുപാട് ചർച്ച നടന്നിട്ടുള്ള സംസ്ഥാനമാണ് നമ്മുടെ സംസ്ഥാനം. എല്ലാവരും അഭിപ്രായം പറഞ്ഞിട്ടുള്ള സംസ്ഥാനമാണ് നമ്മുടെ സംസ്ഥാനം. ഹോട്ടലുകളിലും തെരുവുകളിലും ജംഗ്ഷനുകളിലുമൊക്കെ ഒരു കാലത്ത് ഇതിൻ്റെ ബഹളമായിരുന്നു. ഹലാൽ ഭക്ഷണമെന്ന ബോർഡ് വെക്കാമോ, ഹലാൽ ഭക്ഷണമെന്ന് പറഞ്ഞ് കഴിക്കുന്നത് ശരിയാണോ, ഒരാൾക്ക് ഹലാലാണെങ്കിൽ മറ്റൊരാൾക്ക് ഹറാമായാൽ എന്തു ചെയ്യും, ഇത് മനഃപൂർവ്വമുള്ള ഒരു ജിഹാദി ഏർപ്പാടാണ് എന്നൊക്കെ പറഞ്ഞുള്ള ചർച്ചകളാണ് അധികവും നടന്നത്. പക്ഷേ ഈ ചർച്ചകളൊക്കെ നടക്കുന്ന കേരളത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി ഇപ്പം നടക്കാൻ പോകുന്നുണ്ട്. അത് വേറൊന്നുമല്ല, മൂത്രക്കുടിയന്മാരുടെ സംസ്ഥാന സമ്മേളനം. മനോഹരമായ ഇംഗ്ലീഷ് ഭാഷയിൽ പറഞ്ഞാൽ യൂറിൻ തെറാപ്പി എന്നാണ് പറയുന്നത്. അവരവരുടെ മൂത്രം അവരവർ കുടിക്കുമത്രേ. ആ കുടിക്കുന്ന പ്രക്രിയ, അതിൻ്റെ വലിപ്പവും ശാസ്ത്രവും മെച്ചവും മേന്മയും ഒക്കെ ആളുകളെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയാണ് മൂത്രക്കുടിയന്മാരുടെ ഒരു സംസ്ഥാന സമ്മേളനം വെക്കുന്നത്. നമ്മൾ സാധാരണ മനുഷ്യരായിട്ടുള്ളവരൊക്കെ വെള്ളമോ മറ്റ് പാനീയങ്ങളോ ഒക്കെ കുടിച്ച് മൂത്രമായി പുറത്തേക്ക് കളയുകയാണ്. അത് ഇസ്ലാം മത വിശ്വാസത്തിൽ മൂത്രം നജസാണ്. അത് ശരീരത്തോ അല്ലെങ്കിൽ അതുപോലെ തന്നെ വസ്ത്രത്തിലോ ഒന്നും പറ്റിയിരിക്കാൻ പാടുള്ളതല്ല. അത് അനാരോഗ്യകരമാണെന്നാണ് ശാസ്ത്രവും പറയുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഹലാൽ ഹറാം ചർച്ചകളൊക്കെ നടക്കുമ്പോൾ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒട്ടും വൃത്തിയില്ലെന്നോ അല്ലെങ്കിൽ ഗോത്ര സംസ്കാരമെന്നോ ഒക്കെ പറഞ്ഞിരുന്ന കാലത്ത് ഒരു പ്രവാചകൻ പഠിപ്പിച്ചതാണ് ഇത് ഒഴിച്ചാൽ കഴുകണമെന്നും വൃത്തിയാക്കണമെന്നും. അത് ഈ മൂത്രമൊഴിച്ചതിന് ശേഷം വസ്ത്രത്തിൽ പോലും പിന്നെ തുള്ളികളായി വീഴാതിരിക്കാൻ വേണ്ടി തുമ്മിയോ ചുമച്ചോ ഒക്കെ അതിനെ പൂർണ്ണമായും ഡിസ്ചാർജ് ചെയ്യണമെന്നും അത് വൃത്തിയാക്കി സൂക്ഷിക്കണമെന്നും വസ്ത്രത്തിൽ പോലും പുരളരുതെന്നും അങ്ങനെ പറ്റിയാൽ ആ പ്രാർത്ഥന പോലും ശരിയാകില്ലെന്നും ഒക്കെ പഠിപ്പിച്ചതാണ് മൂത്രത്തെക്കുറിച്ച്. എന്നാൽ അത് കുടിക്കുന്ന ആളുകളെക്കുറിച്ച് ആരിഫ് ഹുസൈന് പരാതിയില്ല, രവിചന്ദ്രന് പരാതിയില്ല, ഒരു യുക്തിവാദിക്കും യാതൊരു പരാതിയില്ല. അത് വേണ്ടത്ര കുടിച്ചോട്ടെ എന്നാണ് അവർ പറയുന്നത്. എന്നാൽ ആ മൂത്രപ്പുരയിലേക്ക് കയറുമ്പോൾ കാല് വെക്കുന്നതിനെക്കുറിച്ച് അവർക്ക് അഭിപ്രായമുണ്ട്, കയറുമ്പോൾ എന്തെങ്കിലും പ്രാർത്ഥന പറയുന്നതിനെക്കുറിച്ച് അവർക്ക് അഭിപ്രായമുണ്ട്, അത് ഇറങ്ങുമ്പോൾ പറയുന്നതിനെക്കുറിച്ച് അഭിപ്രായമുണ്ട്. പിന്നെ ആരിഫ് ഹുസൈനൊക്കെ ആണെങ്കിൽ പൂശാണ്ടിയുടെ അഗ്രം കണ്ടിക്കുന്നതിന് പോലും വലിയ പരാതിയുണ്ട്. എന്നാൽ മൂത്രം കുടിക്കുന്നതിനെ സംബന്ധിച്ച് അവർക്കാർക്കും പരാതിയില്ല. അത് നല്ലൊരു തെറാപ്പിയാണെന്നാണ് പറയുന്നത്. അങ്ങനെ ഈ പറയുന്ന ഈ വിശ്വാസങ്ങളും അതിൻ്റെ ശുചിത്വവും അതിൻ്റെ വെടിപ്പുമൊന്നും ഇല്ലാത്തൊരു കാലം അവരാഗ്രഹിക്കുന്നത് പോലെ ഉണ്ടായിത്തീർന്നാൽ പിന്നെ വലിയൊരു ഗുണമുണ്ടാവും. എന്തെന്നറിയോ, പ്ലാസ്റ്റിക് കുപ്പിയുടെ പാരിസ്ഥിതിക മലിനീകരണം, അത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാകും. എല്ലാവരും പോക്കറ്റിൽ ഒരു ഗ്ലാസ് വെച്ചുകൊണ്ട് നടന്നാൽ മതി. ദാഹിക്കുമ്പോൾ പെടുത്തങ്ങ് കുടിച്ചാൽ മതി. അങ്ങനെ നമ്മൾ മൂത്രക്കുടിയന്മാരുടെ സംസ്ഥാന സമ്മേളനത്തിന് കൂടി സാക്ഷിയാവുന്നു.